ചോദിക്കട്ടെ, കൊട്ട തട്ടിയ കഥ ഉണ്ട്. കൊട്ട തട്ടിയ കഥ, റൂഹിനെ പിടിച്ചു പോകാണ് ഷെയ്ഖിന്റെ ബന്ധപ്പെട്ട ആളെ. മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ റൂഹ് തിരിച്ചു കൊടുക്കണം, പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ ഒരു വടി കരയ്ക്ക് ഒറ്റയേറ കൊട്ടയിലുള്ളത് അന്നൊക്കെ ഫുള്ളാണ് പാറിയുന്ന. അതാത് ശരീരത്തിൽ റീഇൻസ്റ്റോൾഡ് ആയി എന്നാണ്. രണ്ടാമത് പ്രവേശിച്ചു, ജീവൻ ഉണ്ടായിന്ന തെളിയിക്കണം. ഇങ്ങനൊരു വിശ്വാസം ഇസ്ലാം കൊണ്ട് തെളിയുമെന്നത് നിങ്ങൾ തെളിയിക്കണം. അത് പുതിയ മുഹദ്ദിമാലുള്ളത് ഞങ്ങൾ അംഗീകരിക്കണില്ല അല്ലേ? അത് അണ്ണാച്ചുണ്ടാക്കിയതാ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഫാത്താ പഠിക്കും പോലെ ഇത് വായിക്കും. ഇതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് വെച്ചപ്പോ ഈ വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസത്തിനെതിരല്ല എന്നാണ് അദ്ദേഹം എഴുതി വെച്ചത്. സഖാഫി, നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ജനങ്ങളോട്. നിങ്ങൾ ജനങ്ങളോട് പറയണം ഈ വിശ്വാസം ഏത് ആയത്തും ഹദീസും വെച്ചിട്ട് നിങ്ങൾ തെളിയിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ? ഇനി ഞാൻ പറയാം, അതുകൊണ്ട് തീർന്നിട്ടില്ല. എന്താ ഇവരുടെ വിശ്വാസം? യാ ഖുതുബ അഹ്ലി സമാ വല്ലർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദിഹിം വഗൈസഹുമാ. ഈ ആകാശഭൂമിയുടെ കുത്തുബും കേന്ദ്രബിന്ദുവും കൗസുമായ മഹാനവറുകളെ, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെന്ന് പറയുന്നവർ ഖുതുബിയത്തിന്റെ സന്ദർഭത്തിൽ അവരോതുന്ന വാചകമാണ് യാ ഖുതുബ അഹ്ലി സമാ വല്ലർളി ഗൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദിഹിം വഗൈസഹുമാ. ആകാശഭൂമിയുടെ ഖുതുബേ, കേന്ദ്രബിന്ദുവേ, അതേപോലെ തന്നെ ഗൗസുൽ അഅ്ലമേ, മഹാനായ ശൈഖേ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. വളരെ കൃത്യമായി സുഹൃത്തുക്കളെ, എല്ലാവരോടും ഇരിക്കുക, സീറ്റിലിരിക്കുക. ഓർക്ക് ചെയറിട്ട് കൊടുക്കും. അത് കാര്യങ്ങൾ കേട്ട് പഠിക്കാൻ വേണ്ടിയാണ് രണ്ട് ഉസ്താദുമാർ വന്നിട്ടുള്ളത്. ഓർക്ക് അവിടെ ചെയറിട്ട് കൊടുക്കും. ഈ പരിപാടി ഇതിന്റെ സമയം കൃത്യമായി പാലിച്ച് പൂർത്തീകരിക്കും. ഇത് ചില പ്രദേശങ്ങളിൽ ഇങ്ങനത്തെ ഒരു അസുഖം സാധാരണഗതിയിൽ കാണാറുണ്ട്. ഒരൊറ്റ സാധാരണക്കാരൻ പോലും അവിടെ ഇല്ല എന്നത് ഈ നാട്ടുകാർ ശ്രദ്ധിക്കുക. രണ്ട് മുസ്ലിയാക്കന്മാര് അവർക്ക് ഇവിടെ നാളെ വേണമെങ്കിൽ മൈക്ക് പെർമിഷൻ എടുത്ത് സംസാരിക്കാനുള്ള സാവകാശമുണ്ട്. അതുണ്ടായിരിക്കെ ഇടപെട്ടാൽ നിങ്ങൾ രണ്ടാളാണ് ഇവിടെ ഇരിക്കുന്നത്, ഒരുപാട് ആളുണ്ട്. ഞങ്ങളെ മാന്യതന്റെ പുറത്ത് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഒരു മുജാഹിദ് പ്രവർത്തകനും ആ ഉസ്താദിനെ നിയന്ത്രിക്കേണ്ടതില്ല. ആ ഉസ്താദ് ഈ മൈക്കിന്റെ അടുത്തേക്ക് വരൂല്ല, ഈ മൈക്കും അദ്ദേഹം തൊടൂല്ല. ഇവിടെ എന്റെ തൊട്ട് മുന്നിൽ രണ്ട് സീറ്റൊക്കെ അവിടെ എല്ലാരും ഇരിക്കുക. അഷ്റഫ് ഖാ ഒന്ന് ഇരിക്കാൻ പറയും, എല്ലാവരോടും ഇരിക്കാൻ പറയും. എല്ലാരും ഇരിക്കുക. അവസാനം രണ്ട് മുസ്ലിയാന്മാര് മാത്രം അവിടെ ബാക്കിയാകും. എല്ലാരും പോരാ, മാറി നിൽക്കുക. അവരോട് സംസാരിക്കേണ്ടതില്ല. ക്യാമറ ഒന്നങ്ങോട്ട് തിരിച്ചു വെക്കുക. നാളെ പോലീസ് സ്റ്റേഷനിൽ കാണേണ്ടതാണ്. ക്യാമറയിൽ ഒന്ന് പകർത്തിയെടുക്കെല്ലാരും. അതാ ബന്ധപ്പെട്ട് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് സംവിധാനത്തിന്റെ വളണ്ടിയേഴ്സ് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രവർത്തകർ ഈ പരിപാടിയുമായി സഹകരിക്കുന്നവരല്ല. ഞാൻ കൃത്യമായിട്ട് പറയാണ്. അങ്ങനെ പ്രഷറിന്റെ ഷുഗറിന്റെ ആവശ്യപ്പെടല്ല. ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. ഇത് 17-ാം വയസ്സിൽ തുടങ്ങിയ പരിപാടിയാ, മനസ്സിലായില്ലേ? അവിടെ ഇരിക്കും. അതൊന്നും ഇവിടെ ഒരു ബേജാറുള്ള കാര്യമല്ല, ഒരു ബേജാറുമില്ല. കയ്യും കാലിട്ട് അടിച്ചുകൊണ്ടൊരു കാര്യമല്ല ഉസ്താദെ. സംഗതി നമ്മളിപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കണം. എന്താ നമ്മൾ പരിശോധിക്കണത്, എന്റെ അടുത്ത് മൈക്കുണ്ട്, നിങ്ങളുടെ അടുത്ത് മൈക്കല്ല. നിങ്ങൾ എത്ര ഒച്ചട്ടിട്ടും കാര്യമല്ല. നിങ്ങൾ ഇവിടെ മുന്നിക്ക് വരും, ഇവിടെ ഇരുന്നോളി, ആ രണ്ട് സീറ്റിൽ ഇരുന്നോളി. കിതാബ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം, ശരിക്കും പഠിപ്പിച്ചുതരാം. മുജാഹിദ് പ്രവർത്തകരോട് ഇരിക്കണം. നിങ്ങൾ ഇരുന്നിട്ടേ ഞാൻ എന്റെ സംസാരം തുടരുള്ളൂ. അവരോട് നിങ്ങൾ മറുപടി പറയേണ്ടതില്ല. അവർക്ക് മറുപടി പറയാൻ ഞാനിവിടെ വന്നിട്ടുണ്ട്. മാന്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെ കൂടെ ഒരു സാധാരണക്കാരൻ പോലും ഇല്ല. എന്തിനാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ? മാറിയിരിക്കണം. മുജാഹിദ് പ്രവർത്തകർ മാറിയിരിക്കണം. അല്ല, ഓരോടും മാറിയിരിക്കാൻ പറഞ്ഞോളി. അവരോട് അവരെ ലക്ഷ്യതാണ് സംസാരിക്കലാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ സംസാരിക്കലാണ് അവരുടെ ലക്ഷ്യം. ഈ പരിപാടി കലങ്ങണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ ആരും നിശ്ചയിക്കപ്പെട്ട വളണ്ടിയർമാരല്ലാതെ ഇടപെടേണ്ടതില്ല. അവിടെ ആരോ വിശദീകരണ യോഗം നടത്തേണ്ടതില്ലല്ലോ. മാറി നിന്നോളൂ. നിങ്ങൾ മാറി നിന്നോളൂ. അതെ, ഓരോരുത്തരും മാറി നിൽക്കുന്നു. ഇനി അവിടെ 3 മുജാഹിദ് പ്രവർത്തകരാണ് ബാക്കിയുള്ളത്.
വെറും 3 മുജാഹിദ് പ്രവർത്തകരാണ് ഇപ്പൊ ബാക്കി. 2 ഉസ്താദുമാരും കാണുകയാണ്. കൃത്യമായി ക്യാമറയിൽ ആ ഉസ്താദുമാരുണ്ട്. ഈ പരിപാടിക്ക് വല്ലതും സംഭവിച്ചാൽ നാളെ പോലീസ് സ്റ്റേഷനിൽ ബാക്കി ഉസ്താദ് നമുക്ക് കാണാം. ഇത് കയ്യൂക്കൊണ്ട് കാര്യം നടത്തുന്ന കാലം കഴിഞ്ഞു. അത് പണ്ട് തീർന്നു. അത് തീർന്നു. ഇനി ഞാൻ വായിക്കുന്നത് കേട്ടോ. എന്താ? ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വഅൻസൽനാ മിനസ്സമാഇ മാഅ. ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നത് അള്ളയാണ് എന്നത് മദീന പള്ളിയിലെ വിശ്വാസം. മദീന പള്ളിയിലെ വിശ്വാസം, മക്കത്തെ വിശ്വാസം, സ്വഹാബത്തിന്റെ വിശ്വാസം, സലഫ് സ്വാലിഹികളുടെ വിശ്വാസം. എന്നാലോ കുത്തുബിയത്തോടുന്നവരുടെ വിശ്വാസമോ? അവര് പറയുന്നു ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നുവെന്ന്. ഇനിയോ ചെടി മുളപ്പിക്കുന്നതാരാ? അരുവിയൊടുക്കുന്നതാരാ? ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ കിതാബ് പറയുന്നു, അത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണെന്ന്. അപ്പൊ വിശ്വാസരംഗത്ത് സമസ്ത വെച്ച് പുലർത്തുന്ന വിശ്വാസം, പ്രിയപ്പെട്ടവരെ, അത് ദീനല്ല, അത് ദീനല്ല, അത് അഹ്ലുസുന്നയുടെ മാർഗമല്ല. നാളെ അത് വിശദമായി ഉസ്താദുമാർ ഇൻഷാ അല്ലാഹ് മറുപടി പറയും. അവർ വിശദീകരിക്കും. അത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് എന്നതിന്റെ ആയത്ത്, അതിന്റെ ഹദീസ്, അതിന് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ. മഴ വർഷിപ്പിക്കാൻ ഔലിയാക്കൾക്ക് പറ്റും. അതേപോലെ തന്നെ അരുവിയൊടുക്കാൻ ഔലിയാക്കൾക്ക് പറ്റും. അതായിരുന്നു മദീന പള്ളിയിലെ വിശ്വാസം, അതാണ് സ്വഹാബത്തിന്റെ വിശ്വാസം എന്നത് കൃത്യമായി സുഹൃത്തുക്കളെ അവര് നാളെ ഇൻഷാ അല്ലാഹ് ഇവിടെ വേദി കെട്ടി വിശദീകരിക്കും. തൊട്ടടുത്ത ദിവസം നമ്മുടെ വിശദീകരണം ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം